എല്ലാരും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ജൂൺ 8 ആണ്. ഞങ്ങൾ ഇന്ന് വീണ്ടും കൊച്ചിയിലേക്ക് പോവാണ്. കാരണം ജൂൺ 9 നാളെ സിജോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാനും സായിയും ഉണ്ട്. അപ്പൊ നമ്മുടെ കൂടെ രണ്ടുപേരും കൂടി കയറാൻ നിൽക്കുകയാണ്, പ്രബി അബിയും കൂടി. അപ്പൊ ഇന്ന് ഞായറാഴ്ച ഞങ്ങള് നേരെ കൊച്ചിയില് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണ് സിജോന് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലിനു ആണ് മെയിൻ സ്പോൺസർ അല്ല, ലിനു ആണ് മെയിൻ കോർഡിനേറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ലിനു എന്നെ വിളിച്ചിട്ടൊക്കെ എന്നെയും ഒക്കെ വിളിച്ചിട്ടാണ് സെറ്റ് ആക്കിയിരുന്നത്. എന്താ പറയാ, നമ്മള് ഒരു പിന്നെ നമ്മൾ റെസ്റ്റോറന്റ് സൈക്ക റെസ്റ്റോറന്റ്, അവിടെയാണ് നമ്മുടെ പാർട്ടി നടക്കാൻ പോകുന്നത്. നമ്മുടെ ശോഭിച്ച്, നമ്മുടെ സ്വന്തം ശോഭിച്ച് സെറ്റാക്കി തന്ന ഒരു സൈക്ക റെസ്റ്റോറന്റ് പറഞ്ഞ ഒരു പഞ്ചാബി റെസ്റ്റോറന്റ് കൊച്ചിയിൽ, അവിടെ വെച്ചിട്ടാണ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ പിന്നെ കേക്ക് ലിനു ഒരു ഓർഡർ ചെയ്തു. ലിനുവിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരാളെ പരിചയമുണ്ട്. അപ്പൊ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേക്ക്. അപ്പൊ പിന്നെ സൈക്കയില് ഫുഡും കേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് സിജോനെ മറ്റേ കിക്കിന്റെ മറ്റേ ഒരു എന്താ ഫുട്ബോളോ അല്ല ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അവരുടെ ഒരു മീറ്റിംഗിന് ബർത്ത്ഡേ പറഞ്ഞിട്ട് പോണെന്നോ? ബർത്ത്ഡേ പിന്നെ ചെറിയ കുഞ്ഞ് അമ്മേ കണ്ടില്ല, കണ്ട വണ്ടി എടുക്കണം നോക്കണേ. ഇവിടെ ഉണ്ട്. അയ്യോ ഇത് ഇവിടെ ഉണ്ട്. കുഞ്ഞി പട്ടിക്കുട്ടി. ഞങ്ങള് പോണ വഴിക്ക് ഞങ്ങള് പ്രബീൻ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അതാ ഒരു കുഞ്ഞി പട്ടിക്കുട്ടിയുണ്ട്. അപ്പോ മറ്റേ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് സിജോനെ വിളിച്ച് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ ശരിക്കും ബർത്ത്ഡേ നാളെയാണല്ലോ. അപ്പൊ ലിനു അവിടെ എന്ത് അല്ല, സായിനെ ആയോണ്ട് എനിക്ക് വിശ്വാസമില്ല. കാരണം സായി എല്ലാം പെട്ടെന്ന് പൊട്ടിക്കും. പിന്നെ ലിനുവിന്റെ ബർത്ത്ഡേ അങ്ങനെ കറക്റ്റ് പൊട്ടിച്ചിട്ടില്ല. ലിനുവിന് മനസ്സിലായില്ല, ലിനുവിന് സർപ്രൈസ്ഡ് ആയി. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് വേണ്ടി സിജോന് കൊച്ചിയിൽ. സിജോന് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും വെറുതെ കിടക്കട്ടെ, ഒരു സർപ്രൈസ് കിടക്കട്ടെ വെച്ചിട്ട് പറഞ്ഞതാണ് സിജോനോട്. അല്ല, ഇന്നലെ ഞങ്ങള് സംസാരിച്ചപ്പോ സിജോന് സത്യം പറയാം എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ, തരാൻ വേണ്ടി നിക്കലേക്ക് സായി പറഞ്ഞപ്പോ തന്നെ തോന്നി. സായി പറഞ്ഞു നാളെ മീറ്റിംഗ് ആണ്, ലിനുവിനെ വേണമെങ്കിൽ കൊണ്ടുവന്നോന്ന് പറഞ്ഞു. അപ്പൊ സിജോന് ഡൗട്ട് അടിച്ചു എന്നാണ് സിജോ പറഞ്ഞത്. അപ്പൊ സ്നേഹമുണ്ട്, ലിനുവിനും കൂടി കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നാണ് സിജോ പറഞ്ഞത്. അപ്പൊ സിജോന് ഡൗട്ട് ഉണ്ട് എന്തായാലും. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. സിജോനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അതെ, ഇതിപ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. സായിനായിട്ട് വിശ്വാസമില്ല, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും നമ്മളിപ്പോ പോവാണ്. നാളെ ഇന്നാണ് പ്രോഗ്രാം. അപ്പം സിജോനെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ പോയിട്ട് ബാഗൊക്കെ തൂക്കിട്ടൊക്കെ രാത്രി പബ്ബിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ സ്പെഷ്യൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പ്രബി വരുന്നത്. ബാഗൊക്കെ തൂക്കിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ചെരുപ്പോ മറ്റേ കുണ്ടിലുണ്ടാവും, ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ. കവർ ബാക്കിക്ക് വെച്ചോ, ഭയങ്കരമായിട്ട് ഒബ്സ്ട്രക്ട് ചെയ്യും. കവർ വേണമെങ്കിൽ എടുക്കാവുണ്ട്, അത് ബിസ്ക്കറ്റാ. അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ പ്രബി വന്നിട്ടുണ്ട്, ഇനി അലീനെ എടുക്കണം. അപ്പൊ നമ്മള് നല്ലൊരു അടിപൊളി, എന്തായാലും ലിനുവിന് ബർത്ത്ഡേ പാർട്ടി കൊടുത്തപ്പോ ലിനുവിന് ഭയങ്കര സങ്കടം. സിജോനെ എന്തായാലും ലിനുവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അല്ല, ലിനു സിജോന് കൊടുത്തപ്പോഴേ സിജോ ലിനുവിന് കൊടുത്തപ്പോ ലിനുവിന് സിജോക്ക് കൊടുക്കണം ഇതുണ്ട്, ബർത്ത്ഡേ പാർട്ടി കൊടുക്കണം എന്നുണ്ട്. അപ്പൊ നമ്മള് അതിന് ഞാൻ ഇറങ്ങട്ടെ, ഞങ്ങള് ബാക്കിൽ കയറാൻ പോണേ. അപ്പൊ ഞാൻ ബാക്കിൽ കയറട്ടെ. പ്രബിയാണ് ഇനി വണ്ടി എടുക്കാൻ പോണത്. അപ്പോ ഞാൻ ബാക്കിലേക്ക് എന്റെ സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പോവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ഇനിയിപ്പോ 7:45, 8 മണി
8:15. തൃശ്ശൂർ എത്താൻ 11 മണി. തൃശ്ശൂരത്തെ 11 മണിയാവും. അത് നമ്മള് കൊച്ചി എത്താൻ ഒരു 2 മണി. അതോടുകൂടി കൊച്ചിയിലെത്താൻ 2 മണി. പ്രോഗ്രാം വെച്ചിരിക്കുന്നത് 1 മണിക്കാണ്. 12 മണിക്ക് എല്ലാരോടും ലീനു പറഞ്ഞു വെച്ചിട്ടുണ്ട് 12 മണിക്ക് വരണമെന്ന്. 12 മണി പറഞ്ഞാൽ 1 മണി എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ലീനു പറഞ്ഞ് സെറ്റാക്കി ഇരിക്കുന്നത്. ഞങ്ങൾ എത്തുമ്പോ 1 മണിക്കൊക്കെ എന്തായാലും എത്തും. അപ്പൊ 1 മണിക്ക് എത്താനുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോണത്. പിന്നെ പ്രഭിയാണ് വണ്ടി ഓടിക്കുന്നത്. കണ്ടറിയാം കോശി കറക്റ്റ് സമയത്ത് എത്തിക്കും എന്നുള്ളത്. ശരിയാട്ടോ, എന്റെ ഗുരു. അപ്പൊ നമ്മളിനി പോട്ടെ. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോകുമ്പോ വേറെ കഴിക്കാം. അപ്പൊ നമ്മുടെ കൂടെ അബി കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥിരം ആൾക്കാരാണ് അബി, പ്രഭി. 2 അക്ഷരത്തിന് വ്യത്യാസമുള്ളൂ. പ്രഭിയാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ. ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആണ്. എന്റെ ഗുരുവാണ്. ആ പ്രവീണിന്റെ ആ ഒരു ഡ്രൈവിംഗ് സ്കില്ല് എന്തായാലും ലെഫ്റ്റിക്ക് പോകുമ്പോ റൈറ്റിക്ക് തിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് എനിക്ക് കോ ഡ്രൈവറായിട്ട് നല്ല അടിപൊളി ആണ്. അപ്പോ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണുള്ളൂ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എന്തായാലും നന്ദനാസിന്റെ വ്ളോഗ് ഉണ്ടാവും എന്തായാലും. ആരാ അപ്ലോഡ് ചെയ്ത് നന്ദനാസി ഫുള്ള് നൈസായിട്ട് കിട്ടുന്ന സമയം ഫുള്ള് ഇരുന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. അപ്പം എന്തായാലും നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. എന്താ ഇനി നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതിന് മുന്നേ കഴിക്കില്ലേ? മുന്നേ കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. കൊപ്പം കഴിഞ്ഞിട്ട് ഉടുപ്പി ഹോട്ടലുണ്ട്. ഞങ്ങൾ കുറേ തിരഞ്ഞു, ഒരു ഹോട്ടലും ഇല്ല. പെരുന്നാളായതുകൊണ്ട് എല്ലാ ഹോട്ടലും പൂട്ടി കിടക്കുകയാണ്. എല്ലാവരും ടൂറിലും ട്രിപ്പിലും ഉറങ്ങുക എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ നമ്മളിനി ഉടുപ്പി ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫുഡ് മസാല ദോശയാണ്. മസാല ദോശ, നെയ്റോസ്റ്റ്, 3 നെയ്റോസ്റ്റും 1 പൂരി. അപ്പൊ നന്ദനസി റെഡി ആയിട്ടുണ്ട്. നന്ദനസി കളർ ചെയ്തിട്ടുണ്ട് മുടി. നോക്കട്ടെ. ഇപ്പത്തെ പുതിയ ജയനാ തോന്നുന്നുണ്ട്. ആണല്ലേ, ഇപ്പത്തെ പുതിയ പിള്ളേരെ ഫാഷനായി. ഷൂ എടുത്താ? ഞാൻ എന്റെ വ്ളോഗ് എടുക്കട്ടെ. ഞാൻ തുടങ്ങിയിട്ടില്ലേ പിടിച്ചത്. അപ്പൊ അമ്മോട് വെച്ചിട്ടുണ്ട് പോയി. ഞാൻ ഇല്ല. അങ്ങനെ നമ്മള് കൊച്ചി എത്തി. അപ്പൊ കൊച്ചി എത്തിയപ്പോ നമ്മുടെ ഗർബി ഉണ്ട് അല്ലെ, ഗബ്രി ഉണ്ട്. അപ്പോ സായിയും ഗബ്രി ഇപ്പോ ഗബ്രീന്റെ വണ്ടിയിൽ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ വേണ്ടിട്ട് പോവാണ്. സിജോന് ഒരു ഡ്രസ്സൊക്കെ വേണ്ടിട്ട് ഓൾറെഡി ഒരു വാച്ച് കൊടുത്തു. നമ്മളൊരു ചെറിയൊരു ഷർട്ടോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ എക്സോട്ടിക്കിൽ പോയിട്ട് മുടിയൊക്കെ വന്ന് സെറ്റ് ആക്കാണെന്ന് സായി പറയുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 1 മണിയായി. സിജോ എത്തുമ്പോഴത്തേക്ക് എന്തായാലും 1:30-2 മണിയാവും. അപ്പൊ അതുവരെ നമ്മളിവിടെ റോന്ത് ചുറ്റി കറക്കുണ്ടാവും എന്തായാലും. അപ്പൊ ഇനി നമ്മൾ അവിടെ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയിട്ട് നമ്മൾ എക്സോട്ടിക്കിലേക്ക് ഇറങ്ങും. ഗർബി ഉണ്ട്, ഗബ്രി, ഓണർ നമ്മൾ എക്സോട്ടിക്കിൽ പോകണം. ഇവർക്ക് സെറ്റാക്കാൻ വേണ്ടി പോകണം മുടി. അപ്പൊ നമ്മള് എക്സോട്ടിക്കിലാണ്. അപ്പോൾ ഇവർ സ്പാ ചെയ്ത് ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് എന്നോട് ഇത് തുടരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായതാണ് ഹെയർ സെറ്റ് ചെയ്ത്. അപ്പോൾ അതവിടെ ഗബ്രിയും സായിയും. അപ്പോൾ നമ്മുടെ ഗബ്രിയും സായും കൂടി ഹെയർ സ്പൈ ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ഞാൻ നൈസായിട്ട് സെറ്റ് ചെയ്താണ് എൻ്റെ അടുത്ത്. നല്ല ഉഷാറായിട്ട് മസാജിങ്ങിൽ ഇരിക്കുകയാണ്. നല്ല സുഖിച്ചിപ്പോൾ ഉറങ്ങുണ്ടാവും സായും ഗബ്രി. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ഇതാണ് സ്ഥലം. നമ്മളിപ്പോ സൈക്കിളാണ്. സൈക്കിൾ വരുന്ന പിന്നെ എന്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ് ആണിത്. പണ്ടത്തെ നമ്മുടെ പപ്പായ കഫേ പനമ്പള്ളി നഗറിനകത്താണ്. എന്താ ഈ ലുക്കിന്റെ രഹസ്യം? അല്ല, മുഖത്ത് ലുക്കിന്റെ നാച്ചുറൽ ആയിട്ട് ഇന്ന് അവള് വന്നിരിക്കുന്ന പോലെ സ്നേഹം മറ്റു 2 പേരും കുട്ടിയില് ഇല്ല ഞങ്ങൾ നാച്ചുറൽ ആണ്. അല്ല എന്തറിയോ, ഗബ്രിയും സായും കൂടി മറ്റേ മുടി സെറ്റ് ചെയ്തപ്പോ അവർക്ക് എക്സോട്ടിക്കില്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ
പേഴ്സൺ വിശാലുണ്ട്, നന്ദനാസി, ഷുഗർ ഫിൽസ് ടീം, അഭിഷേക് ശ്രീകുമാറുണ്ട്, പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ടീം എല്ലാവരും ഉണ്ട്. ഇതാണ് സെറ്റ് ചെയ്തത്. നമ്മുടെ ഷോബിച്ച് സെറ്റാക്കിയതാണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ. ഇവിടെയാണ് കേക്ക് കട്ടിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഷോബിച്ച് പറഞ്ഞത് വെച്ച് എന്നെ ഇവിടെ പോയിട്ട് മേക്കപ്പ് സെറ്റ് ആക്കുന്നത്. ഞാൻ പറഞ്ഞാൽ സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്ത് ഒരു ഹെയർ മാത്രം സെറ്റ് ചെയ്ത്. ഹെയർ സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് വ്യത്യാസം കറക്റ്റ് മനസ്സിലാവും. പാർലറിൽ ചെയ്താണോ വീട്ടിൽ നിന്ന് ചെയ്താണോ. അപ്പോൾ ഞാനിതെന്തായാലും പാർലറിലാണ് ചെയ്ത്. മുഖത്ത് മേക്കപ്പ് ഞാൻ എൻ്റെ സ്വന്തം മേക്കപ്പ് ചെയ്ത്. ഫേവറേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ പഞ്ചാബി ലസ്സിയാണ്. സോ യു ഗെറ്റ് ഓൾ നൈസ് എടാ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും യൂസ് ചെയ്യാതെ ദേ യൂസ് ഓൾ നാച്ചുറൽ സ്റ്റഫ്. ആൻഡ് ഈവൻ ദ ഗീ ആണെങ്കിലും ബാക്കി യൂസ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ഇറ്റ്സ് ഓൾ ലൈക്ക് പ്യുവർ സാധനം. ഇവിടുത്തെ ഒരു മെയിൻ സപ്പോർട്ട് സ്പെഷ്യൽ ബട്ടർ ചിക്കൻ, തന്തൂരി ചീസ്, ആക്ച്വൽ ചീസ് ഉള്ള നാൻ ഇവിടെ കിട്ടും. And the lassi. അമ്പത്തൊന്ന് പിടിച്ചാ എന്നാ എന്നാ 2 മിനിറ്റ് എടുത്തോ. ഞാൻ ഡൗട്ട് വന്നിട്ടേ ഞാൻ വീഡിയോ കോൾ ചെയ്യണം. അതിന്റെ ആർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. നന്ദനാസി ഉണ്ടെങ്കിൽ കൊച്ചി ഉണ്ടായിരുന്നു. ചെറിയ പരിപാടിയാണ്. ഇവിടെ ഉണ്ട്. അന്നത്തെ പോലെ ഞാൻ കരയട്ടെ. ഷർട്ടിട്ട് നമ്മൾ എന്ത്
ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. ഒരു ചോക്ലേറ്റ് കഴിക്കാണ്. എന്റെ സെലക്ഷൻ എന്റെ ലൂസാവില്ല. ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ. ചേട്ടാ ഫോട്ടോ വൈകിട്ട് മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇവൻ ലിനുവിനെ കൊണ്ടുവരണം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നി. പിന്നെ വൈകിട്ട് കൊണ്ടുവരുമ്പോൾ മറ്റൊരു മീറ്റിംഗിൽ പരിപാടികൾക്ക് വരുമ്പോ അത് കഴിഞ്ഞ് പിന്നെ സ്നേഹരാത്രി വിളിച്ചപ്പോഴേക്കും ഡൗട്ട് പിന്നെയും കൂടിയായിരുന്നു ലിനുവിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും. പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് വന്നതിനകത്ത് ഫോട്ടോ സ്റ്റെപ്പർ കായ അത് പൊട്ടോട്ടോ ആ പൊട്ട് കയ്യിലിരുന്ന് പൊട്ടോ ഷുഗർ ഫിക്സിന്റെ സാധനത്തിൽ രണ്ടെടുക്കാൻ എനിക്കൊന്നും കൂടെ നല്ലൊരു വർഷമാവട്ടെ അല്ലേ? എടാ കൊണ്ടുപോയോ ചോക്ലേറ്റ്? പിന്നെ എനിക്കിതിനെ മിഠായി പറഞ്ഞു നോക്കുന്നു ഞാൻ. ഫോട്ടോ എടുക്കണ്ടോ? അത് പോയി എടുത്തോ 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 ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് വെറുതെ കിട്ടും അവന്. സൂപ്പർ കേക്ക്. സൂപ്പർ ഹാമ്പർ കൂടി പറയാം ഷുഗർ ആ ഷുഗർ എല്ലാ ഷുഗർ എന്താ അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് ലിനും സിജോയും ശോഭിച്ചി. ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പോൾ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മളെ ജയ്ക്ക റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ മറ്റേ ഷുഗർ ഫിൽസിൻ്റെ ടീം പോയി, ബാക്കി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. ഗസീജോടുണ്ട്, മീനുണ്ട്, അപ്പുറത്ത് അഭിയാസുണ്ട്, വിശാലുണ്ട്, അൽത്താഫുണ്ട്.
ഇതാ നമ്മുടെ ഉണ്ട്, ഷോബീസുണ്ട്, പിന്നെ അഭിനന്ദന പുറത്ത് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ റസ്മിൻ വരുന്നുണ്ട്. റസ്മിൻ ശരിക്കും വർക്കലയിൽ ട്രിപ്പ് പോയതായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ഇന്ന് വരാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാടി പിടിച്ച് 1 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. സാധാരണ എന്നോട് പറഞ്ഞത് വൈകുന്നേരം 6 മണിക്കാണ് ട്രെയിന്, 11 മണിക്ക് എത്തുള്ളൂ പറഞ്ഞു. പക്ഷേ അത് ക്യാൻസൽ ചെയ്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ അവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ട് ഇപ്പോൾ അവിടെ വീട്ടിലെത്തി പറഞ്ഞു. 5 മണിക്ക് വീട്ടിലെത്തി പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 5 ഇവിടെ കടവന്ത്രയാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് റസ്മിൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വിളിച്ചു. 5 മിനിറ്റ് കൊണ്ട് എത്തും. അതാണ് ഡെഡിക്കേഷൻ്റെ. നേരെ വന്നു. ഞാൻ പറഞ്ഞു മെല്ലെ വന്നത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ചാടി പിടിച്ചൊന്നും വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മെല്ലെ വരട്ടെ. റസ്മിനും കൂടി ആയിക്കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായി. ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തത് കണ്ടുപിടിച്ചെന്തല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിച്ചത്. വിശാലും വിചാരിച്ചില്ലല്ലേ? അങ്ങനെ നമ്മുടെ റസ്മിൻ ഭായി പറഞ്ഞ സമയത്തോടെ എത്തിയിട്ട് ഇല്ല വ്ളോഗ് കഷ്ടപ്പെട്ട് വർക്കിൽ നിന്നല്ലേ വ്ളോഗ് എടുക്കണം. അല്ല നമ്മളിപ്പോ ഇവിടെ കറങ്ങാൻ 0 ഗ്രാവിറ്റിയിൽ കറങ്ങാൻ വേണ്ടിട്ട് പോവാണ്. എനിക്ക് അഭിഷേകാണ് പ്രോമിസ് തന്നിരിക്കുന്നത്. ലീനു പ്രോമിസ് തന്നിട്ട് തല കറങ്ങില്ല എന്നുള്ളത്. അതെ, അപ്പൊ നമ്മളിപ്പോ ലുലു മാളിലാണ് മറ്റേ കയറാൻ പോണത്. ഞങ്ങളിപ്പോ ഫണ്ടൂറയിലാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്നവന്റെ ഒറ്റ ധൈര്യത്തിലാണ് സ്നേഹത്തിൽ കയറാൻ പോണത്. അതെ, ലിനു എല്ലാ പേടിയുണ്ടെങ്കിലും മുഖത്ത് കാണിക്കുന്നില്ല. പേടി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവർ രണ്ടുപേരും പേടിയിലാണ്. സ്നേഹ എല്ലാ ധൈര്യം ഇവനാണ്. ആണ് അതല്ലേ? ഞാൻ കുഴപ്പമില്ല കേട്ടോ, ഞാൻ വേറെ സെപ്പറേറ്റാ. ഞാൻ അപ്പുറത്തെ നിന്നുണ്ട്. അല്ലല്ല, അതെന്നറിയോ, പേടിച്ച് മൂത്രമൊഴിക്കുമ്പോഴേ ആ സാധനം നമുക്കൊന്ന് അല്ലേ. അങ്ങനെ മറ്റേ ആന്റി ഗ്രാവിറ്റിയിൽ കയറിയിരിക്കുകയാണ് ലിനു, സ്നേഹ. ഈ എന്നാ ഒട്ടിപ്പിടിച്ചിരിക്കണേ പല്ലിയ. പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. പേടിയുണ്ടോ? മൂത്രമൊഴിക്കാൻ വിട്ടണം അല്ലേ? ചെതറും മോളിൽ കൂടി പോവും. ഇതപ്പുറം ചാടിക്കടന്നവനാടാ KK ജോസഫ്. ഇതല്ല ഇതിനപ്പുറം എടാ പേടിയുണ്ടോ കൂട്ടാ? അയ്യോ അയ്യോ, ഞാൻ സ്നേഹ താഴെ പോയപ്പോ ഒന്ന് സമാധാനിച്ചതാ. ഇല്ല, തിരിച്ചു വന്നു. അയ്യോ സ്നേഹ തിരിച്ചു വന്നു. അയ്യോ എടി, ഞാൻ ഈ താഴെ പോയപ്പോ അങ്ങനെ പോയി വിചാരിച്ച്. തെറ്റല്ലേ? ഞാൻ തലർന്നു വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? തലറിയ എന്താ കൂട്ടാ? തല ഇറങ്ങുന്നുണ്ടോ? നീ ആദ്യം ഓടിയല്ലോ, കരയുന്നുണ്ടല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? സ്വന്തം ഭാര്യ തലറിങ്ങി കേൾക്കുമ്പോ ബ്ലോഗ് എടുത്ത് കളിക്കാം. എന്തുപറ്റി? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മളങ്ങനെ കഫേ ഉട്ടോപ്പിയ എത്തിയിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ചാറുണ്ട്. നമ്മൾ കഫേ ഉട്ടോപ്പിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മൾ അഭിരാമി സീരീസിൻ്റെ ആണ് കഫേ ഉട്ടോപ്പി. അവിടെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ അവിടെ. കുഴപ്പമില്ല. നമ്മളിപ്പോ കഫേ ഉട്ടോപ്പിയ നമ്മളെ കായലിന്റെ സൈഡിലാണ്. ബാക്കിയുള്ള ടീംസ് വരുന്നുള്ളൂ.
കണ്ടിട്ട് വിഷമം വരുന്നു. വലിയ ക്രാബ്, പ്രോൺസ്, ടൈഗർ പ്രോൺസ്. ടൈഗർ പ്രോൺസ് അല്ല പറഞ്ഞേ, വലിയ ടൈഗർ പ്രോൺസ്. അപ്പൊ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. കാന്താരി കപ്പിയും കേരക്കറി, കേര. പാൽ പൊറോട്ട വന്നിട്ടുണ്ട്. പാൽ പൊറോട്ട, പൊറോട്ടയില് പാല് മിക്സ് ചെയ്ത് തേങ്ങാപ്പാലും. നമ്മുടെ പാൽ എല്ലാരും ഫുഡ് കഴിച്ച് നല്ല അടിപൊളി. കാലത്തോളൂ എടുത്തോളൂ. ആ അവൻ നമ്മുടെ റെസിപ്പിയുമായി പോവാണ്. അഭിഷേക് പോയി. അപ്പോൾ നമ്മുടെ കഫേ ഉട്ടോപ്പിയയിൽ നല്ലൊരു കോർണറിൽ ഒരു നമ്മുടെ തെയ്യം കലാരൂപമുണ്ട്. നല്ല രസമുണ്ടല്ലേ ലീനു? ലീനു അവിടുത്തെ എന്തൊക്കെയോ കായൊക്കെ പറിക്കുന്നുണ്ട്. പക്ഷെ നല്ല വൈബ് ഉണ്ടല്ലോ ഇവിടെ, നല്ല രസമുണ്ട്. നല്ല എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും വന്ന് ഭയങ്കര എൻജോയ്മെന്റ് ചെയ്യുന്നുട്ടോ. ഭയങ്കര ഫോട്ടോ എടുക്കലും. പിന്നെ നമ്മളെ വണ്ടിയിൽ ഇരിക്കുമ്പോ അഭിഷേക് ഡൗട്ട് അടിക്കണ്ടായിരുന്നു ഇവിടെ ആരെങ്കിലും വരുമോ എന്നുള്ളത്. പക്ഷെ ഇവിടെ അതെ സ്ഥലമില്ല, അത്രയ്ക്ക് നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ സമയം 10:45. ഇപ്പോഴും അവിടെ ആൾക്കാര് അതെ എപ്പോഴും വരുന്നവരുണ്ട്. എവിടെയാണ് നമ്മുടെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ. എന്തായാലും നമ്മൾ ഈ പച്ചപ്പ് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര രസം തോന്നില്ലേ, ഒരു റിസോർട്ട് മോഡലൊക്കെ. ആ ആ അല്ല ഇവിടെ ചിലപ്പോ ആരും ഇല്ലാത്തോണ്ടാവണം ചിലപ്പോ. പിന്നെ ഇവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് കഫേ ഉട്ടോപ്പിയന്റെ. ഇവിടെ ലവ് ഒക്കെ വെച്ചിട്ട് വാലന്റൈൻസ് ഡേക്ക് വെച്ചതാണോ അറിയില്ല. മറ്റേ എന്താന്ന് വെച്ചാ അതെ നമ്മുടെ കപ്പിൾസിന് ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ സെറ്റ് ചെയ്ത സ്ഥലം പോലെ ഉണ്ട്. അലീനോട് കയറിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ ഒരു മിനിറ്റ്. അവിടെ ഒരു ഡെക്കറേഷൻ ഉണ്ട്, ബലൂണൊക്കെ വെച്ചിട്ടുണ്ട്, പാട്ടുണ്ട്. അത് ഞാൻ നേരത്തെ വിളിച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. നമ്മുടെ അഭിരാമിയുടെ ചായ ഉള്ള ഒരാളാണ്, അഭിരാമിയിൽ തന്നെ തോന്നുന്നുണ്ട്. ഇതാരെന്നറിയില്ല. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ്. കായലിൻ്റെ സൈഡിലേക്ക് നോക്കിയിരുന്നിട്ട്. പക്ഷെ രാത്രി തന്നെ കേട്ടോ വൈബ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ലൈറ്റിങ്ങും ഡെക്കോറും ഒക്കെ ആയിട്ട് നല്ല നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ നമ്മളിന്ന് കഫേ ഉട്ടോപ്പിയയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ അഭിരാമി സുരേഷിൻ്റെ ഒരു കഫേയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കായലുണ്ട്. ഇവിടെ കായലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കൊച്ചി കായൽ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ സിജോൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കി. ശരിക്കും പറഞ്ഞാൽ ജൂൺ 9 നാളെയാണ് സിജോൻ്റെ ബർത്ത്ഡേ. പക്ഷെ നമ്മൾ നാളെ മീൻസ് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്നാവും. ഇന്ന് മീൻസ് ജൂൺ 9 ആവും. ജൂൺ 9 സിജോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പ്രോഗ്രാംസൊക്കെ അടിപൊളി ചെയ്യുന്നു. സിജോന് പറഞ്ഞ പോലെ തന്നെ മനസ്സിലായി ബർത്ത്ഡേ പരിപാടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും പരിപാടി ഉഷാറാക്കി നമ്മുടെ ശോഭേച്ചിക്കാണ് സ്പെഷ്യൽ താങ്ക്സ്. ഈ പരിപാടി ആ ഒരു നല്ല റെസ്റ്റോറൻറ്റ് നല്ല ഫുഡൊക്കെ സെറ്റാക്കി. പിന്നെ മോർ ദാൻ ശോഭേച്ചി നമ്മുടെ സ്വന്തം ലിനുവാണ് സർപ്രൈസിന് ഫുൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ സിജോന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇനി നമുക്കിനി നെക്സ്റ്റ് ബർത്ത്ഡേ വ്ളോഗോ നെക്സ്റ്റ് ട്രിപ്പ് വ്ളോഗൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇപ്പോൾ സമയം 10:30 എന്ന്. 10:30 ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 1 മണി 1:30 ആകുമ്പോൾ എത്തും. അപ്പോൾ ഇനി യാത്ര പോട്ടെ. ഇനി വേറെ എങ്ങോട്ടും പോകില്ല, നേരെ പോവാം. മലപ്പുറത്ത് പോകണം.